ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ നടന്ന സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് 8 ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വിഷയത്തെ ചൊല്ലി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്നും ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും രാജ്യരക്ഷാമന്ത്രി. ഇന്ന് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. പുതിയ GST സംവിധാനം അനുസരിച്ച് GST വകുപ്പിനെ പുനഃസംഘടിപ്പിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ കോട്ടയം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാവും. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ മുന്നേറുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ അവലോകന യോഗം ചേർന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം T20 ക്രിക്കറ്റ് മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ബഹളത്തെ തുടർന്ന് ലോക്സഭയിലെയും രാജ്യസഭയിലെയും നടപടികൾ തടസ്സപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ ചുമതലയുള്ള 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ UAPA വകുപ്പ് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാർലമെന്റിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ ദൌർഭാഗ്യകരമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്നലെയുണ്ടായ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രതിപക്ഷ അംഗങ്ങളുമായി സമാധാനപരമായ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനം. CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചതായി മന്ത്രാലയ വക്താവ് അറിയിച്ചു. സുരക്ഷാ ഏജൻസി അംഗങ്ങളും വിദഗ്ധരും കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. ലോക്സഭയിൽ ശൂന്യവേളയ്ക്കിടെ 2 പേർ സന്ദർശക ഗാലറിയിൽ നിന്ന് ചേംബറിലേക്ക് അതിക്രമിച്ചു കയറിയ സംഭവം പരിശോധിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. പാർലമെന്റിലെ സുരക്ഷ ശക്തിപ്പെടുത്താൻ സ്പീക്കർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. ഇന്ന് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. ഊർജ്ജ കാര്യക്ഷമതയിലും സംരക്ഷണത്തിലുമുള്ള രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനാണ് എല്ലാ വർഷവും ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. ഊർജ്ജ സംരക്ഷണ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാരുകൾക്കും ഊർജ്ജ സംരക്ഷണത്തിനായി സംഭാവന ചെയ്യാനുള്ള അവസരമാണ് ദിനാചരണത്തിലൂടെ സാധ്യമാകുന്നത്. ഊർജ്ജ സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 2023 ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ, ദേശീയ ഊർജ്ജ കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട നൂതന ആവിഷ്കാരത്തിനുള്ള പുരസ്കാരങ്ങൾ, ദേശീയ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പെയിന്റിംഗ് മത്സര പുരസ്കാരങ്ങൾ എന്നിവയാണ് രാഷ്ട്രപതി സമ്മാനിക്കുന്നത്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായ ഇന്ന് ശോഭനമായ ഭാവിയിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഓരോ ഊർജ്ജ സംരക്ഷണ ശ്രമവും സുസ്ഥിരമായ ഭാവി സൃഷ്ടിക്കുമെന്നും ശ്രീ ഗഡ്കരി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുതിയ GST സംവിധാനം അനുസരിച്ച് GST വകുപ്പിനെ അടിമുടി പുനഃസംഘടിപ്പിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഫലമായി 2020-21 മുതലുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ കാര്യമായ വളർച്ചയുണ്ടായി. എന്നാൽ GST നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്രം വരുത്തിയ വീഴ്ച, റവന്യൂ കമ്മി ഗ്രാന്റിൽ കേന്ദ്രം വരുത്തിയ കുറവ് തുടങ്ങിയ ഘടകങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തികമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഭരണഘടനയുടെ 131 അനുച്ഛേദം അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഉത്തരവുണ്ടാകണമെന്നാണ് കേരളം ഹർജിയിൽ അഭ്യർത്ഥിക്കുന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ കോട്ടയം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാവും. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെയും വൈകിട്ട് 3-ന് വൈക്കം നിയോജക മണ്ഡലത്തിലെയും നവകേരള സദസ്സ് നടക്കും. പര്യടനം ഇന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ മികച്ച ജനപങ്കാളിത്തത്തോടെ മുന്നേറുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പൂവച്ചൽ, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്ന് പര്യടനം. കൊല്ലത്ത് ഇന്ന് വെട്ടിക്കവലയിലും ഉച്ചയ്ക്ക് ശേഷം ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തും. ആലപ്പുഴ ജില്ലയിലെ പുലിയൂർ പഞ്ചായത്തിലും ബുധനൂർ പഞ്ചായത്തിലുമാണ് ഇന്ന് പര്യടനം. പത്തനംതിട്ട ഇരവിപേരൂരിലും കുറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഇന്ന് യാത്ര എത്തുന്നത്. ഇടുക്കി ജില്ലയിൽ ഇന്ന് മരിയപുരം, വാത്തിക്കുടി പഞ്ചായത്തുകളിലും കോട്ടയത്തെ മുണ്ടക്കയം, കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം നടക്കും.
തൃശൂർ ജില്ലയിൽ വേലൂർ പഞ്ചായത്തിലും കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പരിസരത്തും പാലക്കാട് വടവന്നൂർ കണ്ണാടി പഞ്ചായത്തുകളിലും കണ്ണൂരിൽ കുറ്റ്യാട്ടൂർ മയ്യിൽ പഞ്ചായത്തുകളിലുമാണ് ഇന്നത്തെ പര്യടനം. മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്കിലെ വാഴക്കാട് വാഴയൂർ പഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് എത്തുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ വളരെ ഗൌരവത്തോടെയാണ് തങ്ങളുടെ രാജ്യം കാണുന്നതെന്നും അത്തരം സാഹചര്യങ്ങൾ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുമെന്നും ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിലെ ഏഷ്യ സൊസൈറ്റി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഫിലിപ്പ് ഗ്രീൻ. അടുത്ത വർഷം ഇന്ത്യയിൽ ഉച്ചകോടി സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി ഇന്ത്യയും മറ്റ് ക്വാഡ് പങ്കാളികളുമായി ഓസ്ട്രേലിയയുടെ പിന്തുണയും സഹകരണവും ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ അറിയിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ 8 സിവിൽ സർവീസ് പരിശീലന സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നോട്ടീസ് അയച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവർക്ക് പിഴയും ചുമത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തിരുവനന്തപുരത്ത് നടക്കുന്ന 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ കൊടിയിറങ്ങും. 172 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേള അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ 9 ഓസ്കാർ എൻട്രികൾ ഉൾപ്പെടെ 67 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. 11 മലയാള ചിത്രങ്ങളടക്കം 66 ചിത്രങ്ങളാണ് മേളയിൽ ഇന്ന് അവസാന പ്രദർശനത്തിന് എത്തുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3ാം T20 ക്രിക്കറ്റ് മത്സരം ഇന്ന്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ അവലോകന യോഗം ചേർന്നു. ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ മുതൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പമ്പയിൽ 4.5 മണിക്കൂർ കാത്തുനിന്നാണ് തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. അതേസമയം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അയ്യപ്പ ഭക്തർ നേരിട്ട ദുരിതം നേരിട്ട് മനസ്സിലാക്കാൻ BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘം ഇലവുങ്കൽ, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ, പത്തനംതിട്ട BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VA സൂരജ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ തുടങ്ങിയവർ സംഘത്തിലുണ്ട്. തിരക്കുമായി ബന്ധപ്പെട്ട് ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ശബരിമലയിലേക്കുള്ള തിരക്ക് കണക്കിലെടുത്ത് കേന്ദ്രം അനുവദിച്ച സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ നാളെ മുതൽ 24 വരെ സർവീസ് നടത്തും. ചെന്നൈ, കോട്ടയം റൂട്ടിലാണ് വന്ദേ ഭാരത് അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിൽ പാലക്കാട്, തൃശൂർ, എറണാകുളം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ KS സുദർശൻ പുതിയ സന്നിധാനം SP ആയി ഇന്ന് ചുമതലയേൽക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 840 പോയിന്റ് ഉയർന്ന് 70,425ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 12 പോയിന്റ് വർദ്ധിച്ച് 2,377ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 800 രൂപ വർദ്ധിച്ച് 46,120 രൂപയും ഗ്രാമിന് 5,765 രൂപയുമാണ് വില. ആശാ വർക്കർമാർക്ക് 2 മാസത്തെ പ്രതിഫലം വിതരണം ചെയ്യുന്നതിനായി 26.11 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നവംബർ, ഡിസംബർ മാസങ്ങളിലെ പ്രതിഫലം നൽകാനാണ് തുക വിനിയോഗിക്കുക. ഭീമാപള്ളി ഉറൂസിന് നാളെ കൊടിയേറും. ഇസ്ലാം മതവിശ്വാസമനുസരിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അറേബ്യയിൽ നിന്നും കേരളത്തിലെത്തിയ പുണ്യാത്മാക്കളോടുള്ള ആദരസൂചകമായാണ് ഉറൂസ് നടത്തുന്നത്. 10 ദിവസം നീളുന്ന ഉത്സവം 25-ന് രാവിലെ 6 മണിക്ക് നടക്കുന്ന അന്നദാനത്തോടെ സമാപിക്കും. ഉറൂസ് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരപരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. ചാലക്കുടിയിലെ റിട്ടയർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. അസം ഗുവാഹത്തി സ്വദേശി ബാറുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. കല്ലേറ്റുകര സ്വദേശി റിട്ടയർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സെയ്ദുവാണ് കൊല്ലപ്പെട്ടത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വയനാട് വാകേരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയെ തിരിച്ചറിഞ്ഞു. വയനാട് വന്യജീവി സങ്കേതത്തിലെ WWL-45 എന്ന കടുവയാണ് പ്രജീഷിനെ കൊലപ്പെടുത്തിയത്. കടുവ സെൻസസ് നടത്തിയ സമയത്ത് വന്യജീവി സങ്കേതത്തിലുള്ള ഈ കടുവയെ കണ്ടെത്തി ലിസ്റ്റ് ചെയ്തിരുന്നു. 13 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ഇത്. കടുവയ്ക്കായി തിരച്ചിൽ തുടരുന്നു. കൊല്ലം ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പ്രതികളെ ഇന്ന് കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ നടന്ന സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് 8 ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വിഷയത്തെ ചൊല്ലി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്നും ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നും രാജ്യരക്ഷാമന്ത്രി. ഇന്ന് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം.
ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. പുതിയ GST സംവിധാനം അനുസരിച്ച് GST വകുപ്പിനെ പുനഃസംഘടിപ്പിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് മുഖ്യമന്ത്രി. നവകേരള സദസ്സിന്റെ കോട്ടയം ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാവും. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ മുന്നേറുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ അവലോകന യോഗം ചേർന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3-ാം T20 ക്രിക്കറ്റ് മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.